ഏതാനും ദിവസങ്ങളായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. ഈ ഷി ജിൻപിങ്ങിന്റെ ഭരണകാലം അവസാനിക്കുകയാണോ എന്നതാണ് അതിന്റെ ചോദ്യം. ന്യൂസ് 18, ഇന്ത്യ ടുഡേ, ഫസ്റ്റ് പോസ്റ്റ്, എക്കണോമിക് ടൈംസ് ഒരുപാട് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CNBC. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ചോദ്യം അവർ ചോദിക്കുന്നത് ഷി ജിൻപിങ് റെജീം എൻഡ് ആവുകയാണോ? കാരണം ഷി ജിൻപിങ്ങിനെതിരായിട്ട് ചിലർ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയർന്നു വന്നിരിക്കുന്നു. അവർ പാർട്ടിയിൽ പിടിമുറുക്കി തുടങ്ങിയിരിക്കുന്നു. ഷി ജിൻപിങ്ങിനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പബ്ലിക്കായിട്ട് എവിടെയും കാണുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സംശയങ്ങൾ, ഇത് എല്ലായ്പ്പോഴും ഈ ഉത്തര കൊറിയയുടെയും ചൈനയുടെയോ ഒക്കെ ഭരണാധികാരികൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപ്രത്യക്ഷരാകുന്ന സമയത്ത് ഉയരുന്നൊരു ചോദ്യമാണ്. രണ്ട് തരത്തിൽ ഇത്തരം സംശയങ്ങൾ വരാറുണ്ട്. ഒന്ന്, ഇവർക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ, അത് കാരണം വരാത്തതാണോ? രണ്ട്, ഇവരുടെ എന്തെങ്കിലും ഒരു ഭരണപരമായ പ്രതിസന്ധി ഇവരുടെ രാജ്യത്തുണ്ടോ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ഉയരും. ഈ ഷി ജിൻപിങ്ങിന്റെ കേസിൽ ഈ അസുഖം എന്നതിലുപരിയായിട്ട് ഈ ചൈനയിൽ ഒരു ഭരണമാറ്റത്തിന്റെ സാധ്യതകൾ ഉണ്ടാവുന്നു എന്ന് പറയാൻ കാരണം അത് എല്ലായ്പ്പോഴും ചൈനയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും പല ചൈനീസ് പ്രസിഡന്റുമാരും ഈ അധികാര കൈമാറ്റ വേളയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ഷി ജിൻപിങ്ങിന് 1072 വയസ്സായി. അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് ചൈനയുടെ ഭരണാധികാരിയായിട്ട് തുടരുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2012 മുതൽ ഏതാണ്ട് 13 വർഷത്തോളമായിട്ട് ചൈനയുടെ പ്രസിഡന്റാണ് ഷി ജിൻപിങ്. അതായത് ചൈനയിലെ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഒതുക്കിയ ചരിത്രമുണ്ട്. ഈ ഏതാണ്ട് മെയ് 21 മുതൽ ജൂൺ 5 വരെയുള്ള ഒരു കാലയളവിൽ ഷി ജിൻപിങ് അപ്രത്യക്ഷനായിരുന്നു. ഈ കാലയളവിൽ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസിയും അതുപോലെ തന്നെ US-ന്റെ CIA ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഏജൻസികളും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ മാധ്യമങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ശരിക്കും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചൈനയുടെ ഹിസ്റ്ററിയിൽ ഇത്തരത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള ലീഡേഴ്സിനെ സൈഡ് ലൈൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഷി ജിൻപിങ്ങിനെ ഒതുക്കാനായിട്ട് ചില കളികൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ശരിക്കും വാങ് യാങ് ആണെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ഉണ്ട്. ഈ വാങ് യാങ് എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഷി ജിൻപിങ്ങിന് വേണ്ടപ്പെട്ട ഒരാളല്ല. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറാണ് വാങ് യാങ് എന്ന് പറയുന്നത്. അദ്ദേഹം CPPCC എന്ന് പറയുന്ന ചൈനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നു. ലിബറൽ റീഫോമിസ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ബിസിനസ് എക്കണോമിക് റീഫോം വ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. 2022 വരെ ഇദ്ദേഹം ഈ ചൈനയിലെ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വളരെ പ്രധാനിയായിരുന്നു. പക്ഷേ 22 കൂടിയിട്ട് ഷി ജിൻപിങ് ആണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തെ ഒതുക്കിയത്. നിലവിൽ ഇദ്ദേഹം ഈ ചൈനീസ് പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ അല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ഇദ്ദേഹം പാർട്ടിയിൽ പിടിമുറുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ പാർട്ടിയിൽ ഉണ്ടെന്നുമുള്ള സൂചനകളാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ഷി ജിൻപിങ്ങുമായിട്ട് നല്ല ബന്ധമല്ലാത്ത ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. സാധാരണ രീതിയിൽ ഷി ജിൻപിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന ഡിങ് സുഷിയാങ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ഇദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട ഫസ്റ്റ് വൈസ് പ്രീമിയറാണ്, പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറൊക്കെയാണ്. അപ്പോൾ ഷിയുമായിട്ട് അടുത്ത ബന്ധം, ഒരു പതിറ്റാണ്ടിലേറെയായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. ഷിയുടെ റൈറ്റ് ഹാൻഡ് ആണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരുപക്ഷെ ഷി ജിൻപിങ്ങിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് ആകുമെന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നാൽ ചൈനയിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്രതീക്ഷിതമായിട്ടാണ് പലരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷി ജിൻപിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെ അടുത്ത് വീണ്ടും പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. അവിടെയാണ് ഈ പറയുന്ന വാങ്ങിൻ്റെ പോസിബിലിറ്റീസ് ഉള്ളത്. അദ്ദേഹം വലിയ കളികൾ കളിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 70 വയസ്സും കണ്ടായിട്ടുണ്ട് വാങ്ങിന്. അപ്പോൾ ഷി ജിൻപിങ്ങിന് 72 വയസ്സായി. അപ്പം അദ്ദേഹത്തെ ഏത് രീതിയിലും ഒതുക്കിയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിടിമുറുക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആഭ്യന്തര സംഘർഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഷി ജിൻപിങ് 10-13 വർഷമായിരിക്കുകയാണ്. അപ്പോൾ അധികാരമാറ്റം എന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണെന്ന് കരുതുന്ന നേതാക്കൾ ചൈനയിലുണ്ട്. ഈ ഒരു അധികാര കൈമാറ്റം സുഗമമായിട്ട് സുതാര്യമായി നടന്ന പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ അത് ചൈനയെ വളരെ മോശമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.